നമസ്കാരം. തന്റെ 69ാമത് ചിത്രത്തിന് ശേഷം ചലച്ചിത്ര മേഖലയിൽ നിന്നും പൂർണ്ണമായും ഒരു ഇടവേള എടുത്തുകൊണ്ട് സജീവ രാഷ്ട്രീയത്തിന്റെ ഭാഗമാകാൻ ഒരുങ്ങുകയാണ് തമിഴ് താരം വിജയ്. നമുക്കറിയാം, അദ്ദേഹം ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചത്. ഈ തമിഴക വെട്രിക്ക കഴകം എന്ന പാർട്ടിക്ക് വേണ്ടി തന്നെയായിരിക്കും വിജയ് ഇനിയുള്ള കാലം പ്രവർത്തിക്കുക എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഇതിനിടയിലാണ് പ്രശസ്ത രാഷ്ട്രീയ നിരീക്ഷകനായ അല്ലെങ്കിൽ രാഷ്ട്രീയ തന്ത്രജ്ഞൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന പ്രശാന്ത് കിഷോർ ചില കാര്യങ്ങൾ വിജയുടെ പാർട്ടിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഇതിനു മുൻപ് ഈ പ്രശാന്ത് കിഷോറും വിജയും തമ്മിൽ കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. അല്ലെങ്കിൽ വിജയുടെ ഇനിയുള്ള ഒരു രാഷ്ട്രീയ ഗുരുവായി പ്രശാന്ത് കിഷോർ പ്രവർത്തിക്കുമെന്ന തരത്തിലുള്ള ചില അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾക്ക് അദ്ദേഹത്തിന്റെ നിലവിലുള്ള അഭിപ്രായം കുറച്ചധികം ആക്കം കൂട്ടുന്നുമുണ്ട്. എന്തായാലും പ്രശാന്ത് കിഷോർ പറഞ്ഞ ചില ഡേറ്റകളുണ്ട്. ഈ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അവലോകനം ഏറെക്കുറെ ശരിയായി വരാൻ സാധ്യതയുമുണ്ട്. നമുക്കറിയാം, തമിഴ് രാഷ്ട്രീയത്തിൽ ദ്രാവിഡ പാർട്ടികൾക്കുള്ള ഒരു മേൽക്കൈ എന്താണെന്നുള്ളത്. നേരത്തെ 80% വോട്ടുകളും തമിഴ്നാട്ടിലെ ഈ ദ്രാവിഡ പാർട്ടികൾ DMKയും ADMKയും തന്നെയായിരുന്നു വിഭജിച്ചെടുത്തിരുന്നത്. ബാക്കി 20%-നുള്ളിൽ മാത്രമായിരുന്നു കോൺഗ്രസും CPM-ഉം BJPയും മറ്റ് ചെറു പാർട്ടികളുമൊക്കെ കടന്നുകൂടിയിരുന്നത്. ഈ വിജയുടെ രാഷ്ട്രീയ പാർട്ടി വന്നതോടുകൂടി ഈ ദ്രാവിഡ വോട്ട് ബാങ്കിൽ വലിയ ഇടിവുണ്ടാകുമെന്ന് തന്നെയാണ് പ്രശാന്ത് കിഷോർ നൽകുന്ന സൂചന. അദ്ദേഹം പറയുന്നത്, വിജയുടെ രാഷ്ട്രീയ പ്രവേശനം ദ്രാവിഡ പാർട്ടികളുടെ വോട്ട് ബാങ്ക് 60 മുതൽ 65% കുറയ്ക്കുമെന്ന് തന്നെയാണ്. ഇങ്ങനെ പറയാൻ വ്യക്തമായ കാരണമുണ്ട്. കാരണം 2021-ൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 80% വോട്ട് വിഹിതം നേടിയിരുന്ന ദ്രാവിഡ പാർട്ടികൾ 70% കൂപ്പുകുത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അവിടെ കാര്യമായ സീറ്റൊന്നും നേടാൻ ഈ കോൺഗ്രസിനോ BJPക്കോ CPM-നോ സാധിക്കുന്നില്ല എങ്കിൽ പോലും അവരുടെ വോട്ട് വിഹിതം ഓരോ വർഷവും വർദ്ധിച്ചു തന്നെ വരുന്നുണ്ട്. ഈ വോട്ട് വിഹിതം വിഴുങ്ങാൻ തന്നെയായിരിക്കും വിജയുടെ പാർട്ടിയും മുന്നോട്ട് വരാൻ പോകുന്നത്. നമുക്കറിയാം, ഇതിനിടയിലാണ് ഈ ADMKയും BJPയും തമ്മിൽ ചില തർക്കങ്ങൾ നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് എടപ്പാടി പളനിസ്വാമി പറഞ്ഞത് തങ്ങൾ ഇനി NDA സഖ്യത്തിലേക്ക് തിരികെ പോകുന്നില്ല എന്ന്. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും സഖ്യ സാധ്യതകൾ പൂർണ്ണമായും തള്ളാൻ സാധിക്കില്ല. കാരണം തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം എന്തായിരിക്കും ADMK സ്വീകരിക്കാൻ പോകുന്ന നിലപാടെന്ന് കണ്ടു തന്നെ അറിയണം. പക്ഷെ അണ്ണാമലൈ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്, BJP തനിച്ച് തന്നെ തമിഴകത്ത് മത്സരിക്കുമെന്നുള്ളത്. ഇതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. കാരണം വിജയുടെ ഈ പാർട്ടി സ്വീകരിക്കുന്ന അതേ തന്ത്രം തന്നെയാണ് അണ്ണാമലയും തമിഴകത്ത് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ദ്രാവിഡ വോട്ട് ബാങ്കിൽ വലിയ വിള്ളൽ ഉണ്ടാക്കിക്കൊണ്ട് വോട്ട് പിടിക്കുക എന്ന് തന്നെയാണ് BJPയുടെയും അതിനോടൊപ്പം TVK അഥവാ തമിഴക വെട്രിക്ക കഴകം എന്ന വിജയുടെ പാർട്ടിയുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. 5-10 വർഷത്തിന് ശേഷം ഒരുപക്ഷെ ഈ DMK ADMK എന്നീ ദ്രാവിഡ പാർട്ടികളുടെ വോട്ട് വിഹിതം 40% കുറഞ്ഞേക്കാം എന്നുകൂടി വിലയിരുത്തപ്പെടുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പ്രശാന്ത് കിഷോറിന്റെ വാക്കുകൾക്ക് വലിയ പ്രസക്തിയുണ്ട്. കാരണം വിജയുടെ രാഷ്ട്രീയ പ്രവേശം ഒരിക്കലും BJPയുടെ നട്ടല്ലായിരിക്കില്ല ഓടിക്കുന്നത്, മറിച്ച് അത് തമിഴകത്തെ പരമ്പരാഗതമായി അല്ലെങ്കിൽ ഒരു മാടമ്പി രാഷ്ട്രീയം കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന DMK ADMK എന്നീ ദ്രാവിഡ പാർട്ടികളുടെ തന്നെ നട്ടല്ലായിരിക്കും. അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ വലിയ വിലയുണ്ട്. അതിനോടൊപ്പം തന്നെ മറ്റു ചില അഭ്യൂഹങ്ങളുമുണ്ട്. വിജയ്ക്കൊപ്പം ഇനി പ്രശാന്ത് കിഷോർ ഉണ്ടാകുമെന്ന് തന്നെയാണ് അണിയറയിൽ പറയുന്ന കാര്യങ്ങൾ. അദ്ദേഹം പറയുന്നത് ഇതുവരെയും വിജയ് തന്നെ ബന്ധപ്പെട്ടിട്ടില്ല. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ തീരുമാനം മാധ്യമങ്ങളുമായി പങ്കുവെക്കും എന്ന് തന്നെയാണ്. എന്തായാലും വിജയ് തമിഴ് രാഷ്ട്രീയത്തിൽ എത്തുമ്പോൾ ഒരു ചലനവും ഉണ്ടാക്കില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. തീർച്ചയായും അവിടെ ഒരു ചലനം ഉണ്ടാക്കാൻ വിജയ്ക്ക് സാധിക്കും. പ്രത്യേകിച്ചും തമിഴകത്ത് ഏറ്റവും അധികം ആരാധകരുള്ള ഒരു താരമാണ്. ഒരു താരാരാധന എന്നതിലുപരി കൃത്യമായി സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടാൻ വിജയ്ക്ക് സാധിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിരുന്നു അദ്ദേഹം സൈക്കിളിൽ വോട്ട് ചെയ്യാൻ പോയതും മറ്റ് ചില ആനുകാലിക സംഭവങ്ങളോട് നടത്തിയ പ്രതികരണവും എല്ലാം തന്നെ. ഇതിനൊക്കെ പിന്നിൽ കൃത്യമായ കണക്കുകൂട്ടൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ആരാധക സംഘടനയും സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ സജീവമാണ്. എന്തായാലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ADMKയ്ക്കും DMKയ്ക്കും ഒന്നും അത്ര പെട്ടെന്ന് കടന്നു പോകാൻ സാധിക്കുന്ന ഒന്നാവില്ല. പ്രത്യേകിച്ചും ഈ വമ്പൻ പാർട്ടി വോട്ട് വിഴുങ്ങും എന്ന് തന്നെയാണ് പ്രശാന്ത് കിഷോർ നൽകുന്ന സൂചന. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.